പറയുന്നത് ഞാൻ ചില വർക്കിലൊന്നും പെർഫെക്ഷനേ അല്ല. അതായത് ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കും പെർഫെക്ഷൻ അല്ല. കുറേ ദിവസമായി മെഹന്തി ഇട്ടിട്ട്, അപ്പോൾ ഒന്ന് മെഹന്തി ഇട്ടേ. അപ്പോൾ നമുക്ക് മെഹന്തി ഇടാം. നമ്മളിതിങ്ങനെ ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെല്ലോടേപ്പിട്ട് ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എയർ ഉള്ളിലോട്ട് പോകാണ്ടിരിക്കാനാട്ടോ. എയർ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മെഹന്തി കിട്ടത്തില്ല. അതുമാത്രമല്ല, നമ്മളിപ്പോൾ പുറത്ത് കുറേ ദിവസം 2-3 ദിവസം പുറത്ത് വെക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇതിൻ്റെ യൂക്കാലിപ്റ്റസിൻ്റെ ഓയിൽ ഇതിൽ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളൊരു സെല്ലോ ടേപ്പ് ഇട്ടിട്ട് ഇവിടെ ടൈറ്റായിട്ട് പിന്നെ ടേപ്പ് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ സ്കിന്നിലിത് വിസിബിൾ ആവുന്നത്. ഏകദേശം ഒരു 1 വീക്ക് വരെ സ്റ്റെയിൻ കയ്യിലുണ്ടാവും. മെഹന്തി ഇടാൻ പോകുന്ന മിക്ക ബ്രൈഡ്സ്, ഫാമിലീസൊക്കെ, കസിൻസൊക്കെ ഇങ്ങനെ മെഹന്തി ഇടുന്ന കാണുമ്പോൾ അവരൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും മെഹന്തി ഇടാലോ, പിന്നെ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ മെഹന്തി ഇടാലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, പക്ഷെ നമുക്ക് ആ ഒരു കഴിവ് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഇടാനുള്ള ടൈമോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ അത് ഒരു തോന്നല. നമുക്ക് മെഹന്തി ഇടാനൊക്കെ ഒരു ആഗ്രഹം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിന്നെ സമയം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെഹന്തി ഇടാനായിട്ട് തോന്നത്തുള്ളൂ. ആയിട്ടുണ്ട് എന്തോ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ലൈഫിൽ നമ്മൾ സന്തോഷിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴത്തേക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ളതുപോലെ ജീവിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലൈഫ് ഫുൾഫിൽ ആവുന്നത്. ചെറിയ ഡിസൈനായിട്ടാണ് വരയ്ക്കുന്നത്, കൂടുതൽ വരച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. മുമ്പ് മെഹന്തി ഇടുന്ന സമയം, മെഹന്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഇടാൻ പോകത്തില്ലായിരുന്നു. എവിടെയെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ് അങ്ങനെ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ മെഹന്തി ഇട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞ് കോവിഡിൻ്റെ ടൈമൊക്കെ ഉള്ള സമയത്തായിരുന്നു ഞാൻ എൻ്റെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിതുപോലെ മെഹന്തി ഇടാൻ പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. സോ നേരെ അവിടെയായിരുന്നു ആദ്യം പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ എന്തെങ്കിലും വർക്ക് കിട്ടണമെങ്കിൽ അറിയിക്കണേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് ആദ്യം വർക്ക് വന്നിട്ടുള്ളത്. ഇതൊരു ബിഗിനേഴ്സിൻ്റെ അടുത്താട്ടോ പറയുന്നത്. നമ്മൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് കിട്ടുന്നില്ല, അങ്ങനെയുള്ള പരാതികളും അങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ല. അവരുടെ അടുത്ത് ഞാൻ പറയുന്നത്, നമുക്ക് വർക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, അടുത്തുള്ള ബ്യൂട്ടി പാർലറിലോ അങ്ങനെ അവരുടെ അടുത്തെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് അവിടെ വരുന്ന വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതായിരിക്കണം നമ്മുടെ സ്റ്റാർട്ടിങ്. അങ്ങനെ പോയി നമുക്ക് കുറേ വർക്ക് ചെയ്താൽ മാത്രമേ എക്സ്പീരിയൻസ് ഉണ്ടാകത്തുള്ളൂ. എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ നമുക്ക് ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഒരു ഡിസൈൻ വരയ്ക്കുമ്പോഴും ആദ്യമൊക്കെ എനിക്ക് ഒരു ബ്രൈഡൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 4-5 മണിക്കൂർ എനിക്ക് ടൈം വേണമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇത്രയും ഒരു 4 years ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കും ഓരോ മെഹന്തി വർക്ക് വരുമ്പോഴും എനിക്കിപ്പം വേണ്ടത് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ മതി ഒരു ബ്രൈഡൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിംഗറിൽ ഇതുപോലെ ചെറിയ രീതിയിലായിട്ട് ചെയ്തിട്ടായിരുന്നു. ഞാൻ ഒരു പാർട്ടി ഹെന്ന പോലെയായിട്ടാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതാ എത്ര രൂപയായിട്ട് ഒരു ബ്രൈഡലിനെ ചാർജ് ചെയ്യുന്നത്, എത്ര രൂപയാണ് ഒരു ബ്രൈഡൽ വർക്കിന് വാങ്ങിക്കുന്നതെന്നൊക്കെ. അപ്പം അവരുടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും നമ്മളിപ്പം 2 years 3 years 4 years എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അവർ ചാർജ് ചെയ്യുന്ന മെഹന്തി വർക്കിൻ്റെ എമൗണ്ട് ഒരു ബിഗിനേഴ്സിന് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ വാങ്ങിച്ചാൽ തന്നെ അവരുടെ ആ ഒരു ബിസിനസ് ഫ്ലോപ്പായി പോകത്തേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ വർക്കിൻ്റെ എഫേർട്ടിനനുസരിച്ചായിരിക്കണം നമ്മുടെ വർക്കിന് റേറ്റ് ഇടാനുള്ളത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് വർക്ക് ഉണ്ടാകത്തുള്ളൂ. അതിനൊക്കെ മുമ്പ് 500 രൂപയ്ക്കും 1000 രൂപയ്ക്കൊക്കെ ആയിരുന്നു മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പം സ്റ്റിൽ എക്സ്പീരിയൻസ്ഡ് ആയ സമയത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് എമൗണ്ടും കാര്യങ്ങളെല്ലാം കൂട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നമ്മുടെ എഫേർട്ടിനും നമ്മുടെ ആ ഒരു ഇതിനും നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം എക്സ്പീരിയൻസിനും അത്രത്തോളം പെർഫെക്ഷനും ഉണ്ടായിരിക്കണം ഓരോ വർക്കിനും. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ ചില വർക്കിലൊന്നും പെർഫെക്ഷനേ അല്ല. അതായത് ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കും പെർഫെക്ഷൻ അല്ല. അതെനിക്ക് ഞാൻ ഇപ്പോഴും ഓപ്പണായിട്ട് പറയുകയാണ്. ഞാൻ ഒരിക്കലും പെർഫെക്ഷൻ ആയിട്ടല്ല മെഹന്തി ഇടുന്നത്. ചില തെറ്റുകൾ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. ചില തെറ്റുകൾ മാത്രമല്ല ഡിസൈൻസിലാണെങ്കിൽ കൂടി നമുക്ക് പാർലർ ഡിസൈൻസ് വരുമ്പോൾ അത് വരയ്ക്കാനും ഫസ്റ്റ് ടൈം വരയ്ക്കുമ്പോൾ അത് വരയ്ക്കാനും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ എല്ലാ ഡിസൈൻസ് ആയാലും നമ്മൾ ട്രൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കതിലൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു ബിഗിനേഴ്സിന് ആസ് എ ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ 3 years അങ്ങനെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ ആ ഒരു എമൗണ്ട് നമുക്ക് ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ആദ്യമേ വളരെ കുറച്ച് റേറ്റിൽ മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ആകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും ഇത് എത്ര രൂപ വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് എത്രയാണ്, നമ്മുടെ മണിക്കൂറുകൾ എത്രയാണ്, അതിനനുസരിച്ച് എത്ര രൂപ വാങ്ങിക്കണം. അതൊന്നും ഒരാൾ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമല്ല. സോ നമ്മൾ അറിഞ്ഞ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. എൻ്റെ മെഹന്തി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഞാനത് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അതിനനുസരിച്ചുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ടൈമും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ കേട്ടോ. പ്രത്യേകിച്ച് ഫോണിൻ്റെ കാര്യം ക്ലാരിറ്റി ഒട്ടും ഉണ്ടാകത്തില്ല ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മടിച്ച് നിൽക്കുന്നത്.
ഇതാട്ടോ മെഹന്തി. എനിക്ക് എത്രത്തോളം വിസിബിൾ ആവുന്നു എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.